ഭാസ്കര പണിക്കരുടെ ഭാസ്കര പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് PTV ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന അനുസ്മരണ പരിപാടി ഇത്തവണ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ PTVയെ അനുസ്മരിച്ചുകൊണ്ടുള്ള അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ സുപ്രധാനമായ പങ്കാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വഹിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് ചുവടുപിടിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ കയ്യൊപ്പ് ചാർത്തിയ ഒരു മനുഷ്യനാണ് PT ബാബു, KS കുര്യാക്കോസ്, P ഭാർഗവി വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നിവേദനത്തോട് അഭ്യർത്ഥിക്കുകയാണ്. അധ്യാപകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയമാണെന്ന് പറയും. ആദ്യം പറയേണ്ട പേര് ശ്രമിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. അത്ഭുതാർഹമായ അത്തരം ശക്തികളുടെ ഉടമസ്ഥരായി. അതുപോലെ അടുത്ത ബന്ധമുള്ള ആളാണ് നാരായണ മാഷ്, ചന്ദ്രശേഖരൻ. കുറച്ചെനിക്കും അറിയാം. അദ്ദേഹം മുൻതലമുറയുടെ ഭാഗമായിരുന്നെങ്കിലും PTV എല്ലാ കാലത്തും പിൻതലമുറയോട് സംവദിക്കാൻ, ഇഷ്ടം കൂടാൻ, ചെങ്ങാത്ത സ്ഥാപിക്കാൻ എല്ലാം ശ്രമിച്ചു വന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് വളർത്തി തീർന്നു എന്തും പറയാനുള്ള വ്യക്തിബന്ധമുണ്ടായി, അവകാശമുണ്ടായി. NA ബാലറാം അടക്കമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യന്മാരും അദ്ദേഹത്തെ ആദരിക്കുമായിരുന്നു. അച്യുതമേനോനും KC ജോർജും PV തോമസും ജമ്മുനുമെല്ലാം PTVയെ കണ്ടാൽ ഉപചരിക്കുമായിരുന്നു. ആ PTVക്ക് പക്ഷേ അത്തരം വൻ നേതാക്കന്മാരെ മാത്രം കാണാനോ മിണ്ടാനോ അല്ല താല്പര്യമുണ്ടായിരുന്നു. അതെല്ലാം കണ്ടാലുണ്ട് നമുക്ക് പറയും. ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ അദ്ദേഹം എപ്പോഴും അടുത്തേക്ക് വിളിച്ചിരുന്നു. അവരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുമായി അടുത്ത ആളായി മാറിയത് PTVയുടെ മകനാണ് ഇത് ജീവിച്ചിരിപ്പില്ലാത്ത സുരേഷ് ജനീകത്തിൻ്റെ ജനറൽ മാനേജറായിരുന്നു. PSCയിലെ അംഗമായിരുന്നു. അതിനു മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം AISFന്റെ നേതാവായിരുന്നു. ഞാനടക്കമുള്ള പലരുടെയും ആത്മസുഹൃത്തായിരുന്നു. ആ ബന്ധം മുഖേനയാണ് ഞാൻ PTVയുമായി ഏറെ എടുത്തത്. ഏറെ എന്ന് പറഞ്ഞാൽ ഏറെ എന്ന് പറയണം. അത്ര എളുപ്പമുണ്ടായിരുന്നു. സുരേഷിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പലപ്പോഴും വൈകുന്നേരങ്ങളിൽ എൻ്റെ ഒരു താവളം വഞ്ചിയൂരിലെ അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു. എല്ലാ പത്രങ്ങളും വാരികകളും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കൂടെയാണ് PTVയുടെ ജീവിതം. അദ്ദേഹത്തെ കാണാൻ വേണ്ടി എല്ലാവരും വരും. എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരും ദിവസങ്ങളായ പത്താലങ്ങളുടെ നേതാക്കന്മാരും എല്ലാം അദ്ദേഹത്തെ കാണാൻ വരും. ആ തിരക്കെല്ലാം ഉള്ളപ്പോൾ അദ്ദേഹം ഞങ്ങളൊക്കെ ചെന്നാൽ നിസ്സാരന്മാരാണ് ഞങ്ങളെങ്കിൽ പോലും അല്പനേരം ഞങ്ങൾക്കായി മാറ്റിവെക്കുമായിരുന്നു. ഞാൻ പിന്നെ ആ വീട്ടിലെ അന്തേവാസിയായി. വൈകുന്നേരം ചെന്നാൽ രാത്രിനേരമാണ്. തിരക്കത്തിൽ ആരോഗ്യത്തിൽ ഓട്ടോളം പറയാം. സുരേഷിൻ്റെ അമ്മ PTVയുടെ ഭാര്യ അമ്മയുടെ എല്ലാം വാത്സല്യത്തോടെ ഉണ്ടാക്കത്തിരുന്ന ദോശയോ ഇഡ്ഡലിയോ കഞ്ഞിയോ എല്ലാം കുഴിച്ച് അവിടെ കിടന്ന് രാത്രിയിൽ PTVയെ സംസാരിച്ച് ഇതിനെപ്പറ്റി സംസാരിക്കാം. അതേപ്പറ്റി അറിവുകൊണ്ടുകൂടി അദ്ദേഹത്തിന് എല്ലാം കഴിഞ്ഞ് രാവിലെ
കഴിച്ച് കുളിച്ചവന്ന് പുറപ്പെടുന്ന ഒരു ജീവിതശൈലി കുറേ വർഷങ്ങൾ എനിക്കുണ്ടായിരുന്നു. AISFന്റെ സംസ്ഥാന പ്രസിഡന്റ് കാലം മുഴുവൻ എന്ന് പറയാം. ഞാനും സഹാവ് KP രാജേന്ദ്രനും അന്ന് AISFന്റെ പ്രസിഡന്റ് സെക്രട്ടറിയുമായി, സഹാവ് രവിയേട്ടൻ അന്ന് AISFന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞങ്ങളുടെ എല്ലാം വഴികാട്ടിയുമായിരുന്നു. നിങ്ങൾക്കെല്ലാം ഒരുപാട് തരത്തിൽ ട്വിറ്ററുകളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി താഴ്ത്തിപ്പിടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധികളെ പറ്റിയൊന്നും ഞാൻ ഒരുപാട് പറയാൻ ശ്രമിക്കുന്നില്ല. ഒരുപക്ഷെ ധാരാളം ഭാഷവും അല്ലെങ്കിൽ വലിയേട്ടനും അതിനെപ്പറ്റി പറയുമെന്നാണ് വിശ്വാസം. ഒരു വെളുത്ത അരക്കൈ ഷർട്ട്, പിന്നെ അതെല്ലാമായിട്ട് വൈകുന്നേരം ഒരു 5 മണി കഴിയുമ്പോൾ വീട്ടിൽ നടക്കാനാണ് തിരുവനന്തപുരത്തിൻ്റെ രാജഗതിയിൽ കൂടി. എത്ര പേരാണ് അദ്ദേഹത്തെ കണ്ട് ആദരവറിയിക്കുന്നത്. PTVയുടെ ഔദ്യോഗിക ചുമതലയെപ്പറ്റി ഇവിടെ പറഞ്ഞു. മലബാർ ജില്ലാ ബോർഡിൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ അതൊക്കെ വേറെ പറയുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായതുകൊണ്ട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഭാഗമല്ലായിരുന്നു. നിർവാഹമെല്ലാം ഉണ്ട്. അതെല്ലാം മുഖ്യ കാര്യങ്ങളല്ല. ഇപ്പോൾ മുഖ്യ കാര്യം കേരളത്തിൻ്റെയും മലബാറിൻ്റെയും ജനകീയ ഭരണത്തിൻ്റെ പിൽക്കാല വഴികാട്ടിയായി മാറിയ ഇടതുപക്ഷം എന്നും സമാനത്തോട് ഉയർത്തിപ്പിടിക്കണമെന്ന മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഭരണത്തെ നയിച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു പ്രസിദ്ധപ്പെടുത്തുക. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി ഐക്യകേരളത്തിലെ ഒന്നാമത്തെ സർക്കാർ CPI രൂപീകരിച്ചപ്പോൾ ആ ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവർക്കും അറിയാം, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. മുണ്ടശ്ശേരി മാഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമല്ലായി, പാർട്ടി സ്വതന്ത്രനായി. പക്ഷെ ആ സ്വതന്ത്രൻ കേരളത്തിൻ്റെ ഭൗതിക മണ്ഡലത്തിൽ മഹത്തായ സ്ഥാനമുള്ള ഒരു സ്വതന്ത്രനായിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ ഈ ചട്ടക്കൂടുകളോ വഴികളൊന്നും അല്ല മുണ്ടശ്ശേരി മാഷ് അത്രയേറെ അറിയില്ലായിരുന്നു. മുണ്ടശ്ശേരി മാഷപ്പോൾ ഒരു വലിയ ആൾക്ക് മഹാമേരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാൾ, അദ്ദേഹവുമായി രാഷ്ട്രീയം പറയാനുള്ള കെൽപ്പുള്ളതാണ്. കാര്യം അൻവറും ഇന്നിപ്പോൾ സ്വതന്ത്രനാണ്. അതാണ് ഉണ്ടായ മാറ്റം. അൻവറിനെ പറ്റി ഇതുവരെ പറഞ്ഞുകൊടുത്ത കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനാണ്. അതുപോലെ പാർട്ടി ചിലത്തിൽ മത്സരിച്ചാളായിരുന്നു ആലപ്പുഴയിലെ പഴയ MP ഡോക്ടർ മനോജ്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പിൽക്കാലത്ത് ഇങ്ങനെ ഒരുപാട് പേർ ഭാഗ്യം തേടി വന്നിട്ട് സ്വതന്ത്രമായി മത്സരിക്കും, ജയിക്കും, സ്ഥാനം കിട്ടും, പിന്നെ അവർ പാലം പിടിക്കും. അങ്ങനെ പോകുന്ന സ്വതന്ത്രന്മാരെ ഏറെ കാണുന്ന ഈ കാലത്ത് 57 ഈ സ്വതന്ത്രന്മാരെ പറ്റിയെല്ലാം ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചാൽ നല്ലതായിരിക്കും. ഏത് പഠനത്തിൻ്റെയും ഒരു ഗവേഷണ വിഷയമാക്കി മാറ്റാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 57 സ്വതന്ത്രന്മാരും പിൽക്കാലത്ത് CPMO CPI ഒക്കെ ആ വ്യത്യസ്തങ്ങൾ പറഞ്ഞു. ജസ്റ്റിസ് BR കൃഷ്ണയ്യർ അന്ന് ജസ്റ്റിസ് അല്ല, അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രന്മാരായി. അവരും കൂടി കൈപറ്റിയാലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് 57 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്കലാപ്പില്ലായി. ഈ സ്വതന്ത്രമാരായിരിക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഭരണത്തിനെതിരായിട്ട് ഏത് കൊടുങ്കാറ്റ് വീശിയായിരുന്നു. സഹായിക്കാൻ വേണ്ടി പോകേണ്ട പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പാർട്ടിക്ക് തോന്നി. അപ്പോഴും പാർട്ടി കണ്ടെത്തിയ ആ പ്രൈവറ്റ് സെക്രട്ടറി ഈ PTV ആയിരുന്നു. അങ്ങനെയാണ് PTVയുടെ വ്യക്തിത്വമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ തിരക്കി കടന്നു വരുന്നുണ്ട്. അതെല്ലാം ഞാൻ പറയാൻ പോയാൽ ഒരുപാട് നേരമുണ്ട്. ഒരുപാട് പല സഹാക്കളും സ്നേഹപൂർവ്വം പറയും, നിങ്ങൾ പാർട്ടി നേതാവാണ്, പാർട്ടി സെക്രട്ടറിയാണ്, നിങ്ങൾ ഇങ്ങനെ നിൽക്കണം. ഞാനിങ്ങനെ നിൽക്കുന്ന എല്ലാ ഘട്ടങ്ങളും നിൽക്കുന്നവരാണ് ഞാൻ. ഒരു മർദ്ദനമോ വെല്ലുവിളിയോ പ്രശ്നങ്ങളൊക്കെ വന്നാൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ എല്ലാ അന്തസ്സും പഠിച്ചുകൊണ്ട് ഒരിക്കലേക്കാളും ഉറപ്പുള്ള നിലക്കൊള്ളൂ. പക്ഷേ സുരേഷിനെ പറ്റി പറയുന്നു, അതുപോലെ സ്നേഹപ്പെടുന്ന സഹാക്കൾ
മനസ്സിൽ സ്നേഹമായിരിക്കാം, നഷ്ടബോധമായിരിക്കാം. എന്തായാലും എനിക്കതുകൊണ്ട് സഹാക്കളുടെ മുമ്പിൽ അത് ഏറ്റുപറയാൻ ഞാൻ പഠിക്കുന്നില്ല. ഞാനൊരിക്കൽ വായിച്ചിട്ടുണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. സാക്ഷാൽ ഫിദൽ കാസ്ട്രോയോട് ചോദിച്ചു ഒരു പത്രക്കാരൻ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇതുപോലെ വികാരമുള്ള അവകാശമുണ്ടോ? അയാൾ സെന്റിമെന്റലാകാൻ കാസ്ട്രോ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിൻ്റെ 5-6 കൊല്ലം മുമ്പാണ്. ഞാൻ പറഞ്ഞു, വൈ നോട്ട്, എന്തുകൊണ്ട് പാടില്ല? കമ്മ്യൂണിസ്റ്റുകാരന് അതുകൊണ്ട് സങ്കടം വരണം. ഞാനൊരു പിടിവള്ളിയെ പോലെ പലപ്പോഴും ആ വാക്ക് ഓർക്കാറുണ്ട്. യാന്ത്രികമായൊരു ജീവിതമല്ല കമ്മ്യൂണിസ്റ്റ് ജീവിതം, അത് പൂർണ്ണമായും മനുഷ്യ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെതെല്ലാം അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ഒക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എൻ്റെ കണ്ണുനീർ നിങ്ങളെ അലോസരപ്പെടുത്തുകയും ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതിനർത്ഥം എപ്പോഴെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി സമരഭീരുവാകുമെന്നല്ല. അതിലൊക്കെ ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി മരിക്കുന്നത് വരെയും എവിടെയും സമരഭീരുവാകില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി എന്താണെന്ന്, ആ കൊടിക്ക് ഈ നിറമുണ്ടായാൽ എങ്ങനെയാണ്? ആ നിറം ഉണ്ടാകാൻ വേണ്ടി എത്രയോ മരിച്ചു വീടുന്നു. എല്ലാം ഓർത്തുകൊണ്ട് ജീവിക്കുന്ന എനിക്ക് നിലനിൽക്കാർക്കും ഒരിക്കലും സമരഭീരുവാകാൻ പറ്റില്ല. അതുപറ്റി ഉറപ്പാണ്. ഞാൻ PTVയെ പറ്റി, സുരേഷിനെ പറ്റി ഇനി വ്യക്തിപരമായി ഒരുപാട് പറയാൻ ശ്രമിക്കുന്നില്ല. ഞാൻ പോയിട്ടുണ്ട്. 85 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബോംബ് വീണ ദിവസമാണ്. അതിൻ്റെ 40-ാം വാർഷികത്തിലാണ് ഞാൻ പോയത്. അവിടുത്തെ ഒരു വലിയ സമ്മേളനത്തിലെ അതിഥിയായി ലോക ജനാധിപത്യ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് ഞാൻ പോയതാണ്. അവിടെ BJPയെ പോലെ എന്നെ അന്ന് എല്ലാവരും സ്വീകരിച്ചു. അന്ന് ഒരു ആളെ ഞാൻ കണ്ടു, പ്രായമായ ഒരാളെ. അയാൾ ജപ്പാനിലെ ആറ്റം ബോംബിനിരയായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു സംഘടനയുണ്ട്. അവർ വിളിക്കുന്ന പേരാണ് ജാപ്പനീസ് ഭാഷയിൽ ഹിബാകുഷ. അവരുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. ആ മനുഷ്യനോട് പറഞ്ഞത്, ഊഹിക്കാൻ കഴിയുമോ നിങ്ങൾ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ ചൊല്ലി അസൂയപ്പെടുന്ന കാലമുണ്ടാകും. കേട്ടില്ലേ? ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ ചൊല്ലി അസൂയപ്പെടും. അത് സംഭവിക്കാവുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ഉണ്ടാകും. ബോംബിൽ ഞങ്ങൾ മരിച്ചില്ല, മരിക്കാത്ത ഞങ്ങൾക്ക് പക്ഷേ ജീവിതം മരണം പോലെ അതിനേക്കാൾ ഭീകരമായി തോന്നുകയായിട്ട് പലപ്പോഴും. അത്രമാത്രം വയ്യായില്ല. വേദനകൾ, ചിത്തപ്രബന്ധം, മരിച്ചിട്ടില്ല, ജീവനുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേദന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ ഇവിടെയാണ്, പെട്ടെന്ന് ഇവിടെയായിരിക്കും. ചിലപ്പോൾ പ്രാന്ത് പിടിച്ചു പോയാൽ, ചിലപ്പോൾ മൗനം കൊണ്ടിരിക്കേണ്ടി വരും. ആ പൈസ മതി, എൻ്റെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാണ് കേന്ദ്ര ഗവൺമെൻറ്. പിന്നെയും നിർത്തിയിട്ടില്ല. ദുരന്തമുണ്ടായപ്പോൾ ഇപ്രാവശ്യവും കുറച്ചുപേരെ രക്ഷിച്ചത് ആർമി അയച്ച ഹെലികോപ്റ്റർ മുഖേനയാണ്. 2018 പ്രളയം വന്നു. ആ പ്രളയകാലത്ത് ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗമാണ് നമ്മുടെ കേരളം ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആർമിയുടെ ഹെലികോപ്റ്ററും വിമാനങ്ങളെല്ലാം വന്നിട്ടുണ്ടാകും രക്ഷപ്പെടുത്താൻ വേണ്ടി, ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻസ്. അതെല്ലാം കണക്ക് കൂട്ടി വെച്ചിട്ട് ഒരു കത്തയച്ചിരിക്കുകയാണ്. ഈ നിലയിൽ കേന്ദ്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കേരള സർക്കാർ ഇത്രയും പണം അടിയന്തരമായിട്ടും തിരിച്ചടയ്ക്കണം എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനതയെന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ഒരുപാട് പേരുണ്ട്. നമ്മുടെ മുദ്രാവാക്യമാണ്.
ആ ഇന്ത്യയുടെ ഭാഗമല്ലേ നമ്മൾ? കേരളക്കാർ ഇന്ത്യയുടെ ഭാഗമല്ലേ? മലയാളി ഇന്ത്യയുടെ ഭാഗമല്ലേ? നമുക്ക് ലഭിക്കേണ്ട ഭാഗ്യത്തിന് ലഭിക്കാതെ പോയി. ഈ ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDF ഉന്നയിച്ചത്. കണ്ണുള്ളവർക്കും കാതുള്ളവർക്കും മനസാക്ഷിയുള്ളവർക്കും എല്ലാവർക്കും വേഗം മനസ്സിലാകും ആ ദുരന്തം തീവ്ര ദുരന്തമായിരുന്നു. അതിന്റെ പേരാണ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഇന്നലെ അവർക്ക് ബോധം വന്നു. വയനാട്ടിലുള്ള ഏകരോധാണ്. ഇതുവരെ കേരളത്തോട് കാണിച്ച കൊടും വഞ്ചന ചതി നമുക്ക് നോക്കാൻ പറ്റില്ല. നക്കാപ്പിച്ച കാശ് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ദേശീയ ഡിസാസ്റ്റർ ഫണ്ടിലെ തുക പങ്കുവയ്ക്കുമ്പോൾ ഓരോ സ്റ്റേറ്റിനും കൊടുക്കാൻ, എല്ലാ കൊല്ലവും കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കടപ്പെട്ട ഭാഗമാണ്. അത് നമുക്ക് എല്ലാ കൊല്ലവും കിട്ടും. ആ കിട്ടിയ സംഖ്യ പറഞ്ഞുകൊണ്ട് ആ സംഖ്യയിലെ 153 കോടിയോ മറ്റുമാണ്. അത്രയും സംഖ്യ ഉണ്ടല്ലോ. പിന്നെ വേറെ പണം എന്തിനാണ്? 2211 കോടിയുടെ നഷ്ടം സാമാന്യമായി കണക്കാക്കി കൃത്യമായി തന്നെ എല്ലാ വിവരങ്ങളും അറിയിച്ച് പലവട്ടം പോയി അതൊക്കെ വിട്ടുപിടിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് സാക്ഷാൽ മോദി ഇവിടെ നേരിട്ട് വന്ന് നാടകമെല്ലാം കളിച്ചു. ഒരു കൊച്ചിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഓമനിച്ച് കവിൾത്തലോടി ഉമ്മ വെച്ച് ആ കുട്ടിയപ്പോൾ മോദിയുടെ ആ താടി രോമങ്ങൾ തലോടി അതിന് പണമെല്ലാം എടുത്ത് ലോകം മുഴുവനും മോദി ആഘോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ കൂടെയാണ്. വടക്ക് ചെന്ന ഉടനെ തന്നെ തീരുമാനമുണ്ടാകുമ്പോൾ ഇവർക്കെല്ലാം വന്ന ഗതിയാണത്. തലമുറ കൈമാറി ആ ദുരന്തം മാറി വരികയാണ്. അതേപ്പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ജീവിച്ചിരിക്കുന്നവർ മികച്ചവരെ ചൊല്ലി അസൂയപ്പെടുന്ന കാലം വരുന്നു. അതേ വാക്ക് ഞാൻ കേട്ടു ചുരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം നമ്മുടെ പാർട്ടി ശക്തമായ പാർട്ടിയാണ്. അത് തോട്ടം മേഖലയാണ്. അവിടുത്തെ ഏറ്റവും പ്രബലമായ യൂണിയൻ AITC യൂണിയനാണ്. അവിടെ പലവട്ടം ഞങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഡിബേറ്റ് പലവട്ടം പോയിട്ടുണ്ട്. ഞാനും പലവട്ടം പോയിട്ടുണ്ട്. പാർട്ടി കിട്ടി നിങ്ങൾക്ക് ജനറൽ ബോഡിക്കെല്ലാമായി വിശുദ്ധന്മാരായ സഖാക്കൾ അതിൽ പലരും ഇന്നില്ല. അവരെപ്പറ്റി കരഞ്ഞപ്പോഴാണ് ഒരമ്മ പറഞ്ഞത്, മരിച്ചുപോയെങ്കിൽ എന്ന് ഓർക്കുകയാണ്. എനിക്ക് ജീവിക്കണ്ടായിരുന്നു. എൻ്റെ മോനും പോയി, അവൻ്റെ അച്ഛനും പോയി. എനിക്ക് ജീവിതം തിരിച്ചു കിട്ടി. എല്ലാവരും പറയുന്നത് ഞാൻ ഭാഗ്യവതിയാണ്. എന്തിനാണ് ഈ ഭാഗ്യം? അവരെ ചൊല്ലി ഞാൻ അസൂയപ്പെടുത്തുമെന്ന് ആ അമ്മ പറഞ്ഞത് എൻ്റെ കാതിലൂടെ പോകണം. അതാണ് ദുരന്തം. മരണത്തിൻ്റെ എണ്ണം കൊണ്ട് മാത്രമല്ല, BJPയും RSSഉം ഉണ്ടാക്കി വെച്ച തൊപ്പിയില്ലേ, ആ തൊപ്പി ചതുർഭംഗ തൊപ്പിയാണ്. ആ തൊപ്പിക്ക് എന്ത് പേരിട്ടാലുമുള്ള അത് മനുസ്മൃതിയുടെ സൂചിയും നൂലും കൊണ്ട് ഉണ്ടാക്കിയ തൊപ്പിയാണ്. മനുസ്മൃതിയും ചതുർഭംഗവും അല്ല ഹിന്ദുത്വം, അതല്ല ഹിന്ദുമതം എന്നുറപ്പാണ് എല്ലാവർക്കും. ഉറപ്പാണ് എല്ലാ ശ്രീനാരായണികൾക്കുമെന്നും CPIക്ക് അറിയാം. യഥാർത്ഥ ശ്രീനാരായണികൾക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും എന്താണോ അതിൻ്റെ എല്ലാം ഘടകവിരുദ്ധമാണ് BJP RSS രാഷ്ട്രീയമാണ്. പക്ഷെ അവരെ പഠിച്ചിരിക്കുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഹിന്ദുക്കളെ മാത്രമല്ല, സൗന്ദര്യ മാത്രമല്ല, ബ്രാഹ്മണ ക്ഷത്രിയരെ മാത്രമല്ല, സമസ്ത ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കൂടെ തന്നെ പള്ളിയെ പിടിക്കണം, ബിഷപ്പിനെ പിടിക്കണം, ആർച്ച് ബിഷപ്പിനെ കാണണം, എല്ലാവരെയും കാണണം, എല്ലാവർക്കും വിരുദ്ധ കൊടുക്കണം, കേക്ക് കൊടുക്കണം. അതിനെല്ലാം കൂടെ രക്ഷപ്പെടുകയാണ് കേരളത്തിലെ ശ്രീനാരായണ പുത്രത്തെയും സ്വന്തം പാട്ടിലാക്കാൻ. ആ കളി വേണ്ട. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വായിക്കേണ്ടത് മറ്റൊന്നുമല്ല, വായിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ്. അത് വായിച്ചാൽ ഒരുപക്ഷെ വെളിവുണ്ടാകും. വേറൊന്നും ഞാൻ പറയേണ്ടതില്ല. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ആണിതെന്ന് എഴുതി വെച്ച ഒരാൾ അദ്ദേഹം സ്ഥാപിച്ച ഒരു അമ്പലത്തിന് കിട്ടിയത്.
അതാണ് ശ്രീനാരായണ ഗുരു. ചിന്തിക്കാൻ കഴിയുമോ അത് BJP-ക്കാർക്ക്? ചിന്തിക്കാനാകുമോ RSS-കാർക്ക്? ആ കൈകൾ പൊങ്ങുമോ എഴുതി വെക്കാൻ വേണ്ടി? ഒരിക്കലും പൊങ്ങില്ല. അവർക്കറിയില്ല ആരാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹമാണ് അരുവിപ്പുറത്തെ ആ നദിയിൽ മൃഗാലയങ്ങളിൽ പോയി മുങ്ങിക്കുളിച്ചിട്ട് അതുമായി പൊതി വന്നു. ആ കല്ലുമലിന്റെ കരയിൽ കയറി ആ കല്ലദ്ദേഹം സ്ഥാപിച്ചു ഒരു പീഠത്തിൽ. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ശിവൻ, ഇതാണ് ശിവൻ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പൂജിക്കണമെങ്കിൽ ഈ ശിവനെ പ്രാർത്ഥിക്കണം. ഇത് കല്ലല്ലേ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഇതാണ് ശിവൻ. നിങ്ങൾക്ക് അമ്പലം വേണമെന്നല്ലേ? പ്രാർത്ഥിക്കൽ വിഗ്രഹം വേണമെന്നല്ലേ? ഇത് മതി. ഈ വിഗ്രഹത്തിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതാണ് ശിവൻ എന്ന് പറഞ്ഞപ്പോൾ ആ ധൈര്യം അത് മനസ്സിലാകും ശ്രീനാരായണികർ. ചിന്തിക്കാൻ കഴിയുമോ BJP-ക്ക് കാര്യം? ബോധ്യപ്പെടാൻ കഴിയുമോ RSS-കാർക്ക്? അക്കൂട്ടരുടെ അന്നത്തെ ആൾക്കാർ ബഹളം വെച്ചു. അത് അക്ഷരങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകില്ല, ഇത് ഞങ്ങളുടെ ശിവനാണ്. ആ കല്യാണമാണ് ശ്രീനാരായണ ഗുരു. അതാണ് ആ ദർശനം. അത് BJP-ക്ക് അറിയില്ല. അവർക്ക് വേണ്ടത് ആ വോട്ടാണ്. വലിയ വോട്ട് ബാങ്കായി പുറത്തേക്ക്. ആ വോട്ട് ബാങ്ക് വേണം അവർക്ക്. ആ കളി വേണ്ട. ഒരാൾ പറയുകയാണ്, പണ്ട് ഇനി അമ്പലങ്ങൾ പണിയേണ്ടതാണ്. വർക്കല ശിവഗിരിയിലെ ആ സ്ഥലത്ത് ശരദാദേവിക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠയിൽ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞു, ഇനി ക്ഷേത്രങ്ങൾ വേണ്ട, ഇനി വേണ്ടത് പള്ളിക്കൂടങ്ങളാണ്. ഇതാണ് ശ്രീനാരായണ ഗുരു. വേണ്ടുവോളമായി ക്ഷേത്രങ്ങൾ. ഇനി വേണ്ടത് ക്ഷേത്രങ്ങളല്ല, പള്ളിക്കൂടമാണെന്ന് 100 കൊല്ലം മുമ്പ് ഒരു സന്യാസി പറയുകയാണ്. 100 കൊല്ലം മുമ്പ് ഒരു സന്യാസിക്ക് അത് പറയാൻ നാക്ക് തോന്നിയെങ്കിൽ, പ്രജ്ഞ വർദ്ധിച്ചുവെങ്കിൽ ആ സന്യാസി വെറും സന്യാസിയല്ല. ആ സന്യാസി സാമൂഹിക ബോധമുള്ള വിപ്ലവകാരിയാണ്. ആ വിപ്ലവകാരിയെ സന്യാസിയെ കമ്മ്യൂണിസ്റ്റുകാർ 2 കൈയിൽ നിന്ന് സ്വീകരിക്കുന്നു, ആദരിക്കുന്നു. വ്യക്തിത്വമുണ്ട്, ദൂരക്കാഴ്ചയുണ്ട്, ദാർശനിക മൂല്യബോധമുണ്ട്. അതിനെ അറിയാൻ കമ്മ്യൂണിസ്റ്റുകാർ. ആ സന്യാസി പറയുകയാണ്, ആ യാത്ര ആലുവയിലെത്തിയപ്പോൾ ഒരു എല്ലാവരും വഴക്കുണ്ടാക്കുന്നു. ഈ മതം ശരി, ആ മതം തെറ്റ്, എൻ്റെ മതം കേരളം, മറ്റേ മതം പോക്ക്. ഈ വഴക്കെല്ലാം കണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഒന്നിച്ചിരുത്തണം. എല്ലാ മതക്കാരെയും അദ്ദേഹം ക്ഷണിച്ചു വരുത്തി ആലുവയിലെ തന്റെ ആശ്രമത്തിലേക്ക്. അതാണ് അദ്വൈതാശ്രമം. അങ്ങോട്ട് വിളിച്ചു വരുത്തി എല്ലാ മതക്കാരെയും, ലോകത്തിലുള്ള എല്ലാ മതക്കാരെയും അദ്ദേഹം പാടുപെട്ട് ക്ഷണിച്ചു വരുത്തി. ആ ലോകത്തിന്റെ ആരംഭത്തിൽ അവർ എഴുതി വെച്ചു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്ന് പറയുന്നത്. ഇതാണ് ശ്രീനാരായണ ഗുരു. BJP-ക്ക് അറിയാമോ ഇതാണ് ഗുരുവിന്? വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, സംവാദങ്ങളെല്ലാം അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. അത് പറഞ്ഞു പോകുന്ന SNDP-യുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ചില BJP നേതാക്കന്മാർ. ആര് പറഞ്ഞാലും ആ മതം തെറ്റാണ്. ഇനിയും ഞാൻ പറയട്ടെ, ഒരാൾ 100 കൊല്ലം മുമ്പ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. വിളംബരം അദ്ദേഹത്തിന് പത്രങ്ങളൊക്കെ കൊണ്ട് വായന എല്ലാം ഒരു വലിയ കഥയാണ്. എന്ന് പറഞ്ഞാൽ ആ കുടുംബമാകെ PTBയിൽ നിന്ന് തുടങ്ങി സുരേഷ് ഉൾപ്പെടെയുള്ള തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ നിധികുംഭങ്ങളായിരുന്നു അത് എന്നതാണ് വസ്തുത. സുരേഷ് നല്ല സുഹൃത്താണ്. വിവിധ സന്ദർഭങ്ങളിൽ നേരിട്ട് ബന്ധപ്പെടാനും ഒന്നിച്ച് കഴിയാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുക. PTB എന്ന് പറയുന്ന മാനുഷികമായ, എന്ന് വേണമെങ്കിൽ വിശേഷിക്കുക അസാധാരണമായ ഒരു ജീവിത കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സംഭാവനകളിലേക്ക് തിരിഞ്ഞാൽ അതൊരു അസാധാരണമായ കഴിവാണ് നമുക്ക് കാണുന്നത്. ആ വിജ്ഞാന ഭണ്ഡാകാരത്തിൻ്റെ
കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് അറിയിക്കുക എന്നതാണ് ഈ ടെസ്റ്റും അതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രദേശമെടുത്താൽ ഏതാണ്ട് പകുതിയോളം വരുന്ന ഭൂപ്രദേശം തൃശ്ശൂർ തൊട്ടി പോകും. തിരുവിതാംകൂർ കൊച്ചിയും എന്ന രണ്ട് ഭരണപ്രദേശങ്ങൾ അതിനപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര ഒരു ഭൂമിയുടെ പ്രദേശത്തിൻ്റെ കണക്കെടുത്താൽ പകുതിയോളം വരുന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരികൾ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് ഏറ്റവും വലിയ വെളിച്ചം വീശിയ അദ്ദേഹത്തിന് അതിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അതോടൊപ്പം 33 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന അതിനെ മേലെ എഴുതി പിന്നെ പറയും ഈ കാലി മേയ്ക്കാൻ പോകുന്നവരുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടാവും, വെട്ടുകത്തി. ആ കത്തിയിൽ കരിക്കട്ട കൊണ്ട് അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുക്കും. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛൻ അതിൻ്റെ തന്നെ നോക്കി കരിക്കട്ട കൊണ്ട് അവിടെ ഇവിടെയൊക്കെ വരച്ച് വെച്ച് അങ്ങനെ അക്ഷരം പഠിച്ചു. എന്താ മലയാളത്തിൽ അക്ഷരമാലയൊക്കെ പഠിച്ചു. ആ അത്തരം വിദ്യാഭ്യാസമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ എന്നെ സാധാരണ പഴയ രീതി അനുസരിച്ച് എഴുത്തിലെടുപ്പ് അതുപോലെ ഉണ്ടല്ലോ, കരിശ്രീ എഴുതിക്കുന്ന ഏർപ്പാട്, അതൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അച്ഛൻ ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, വായനയിൽ അച്ഛൻ എന്തോ വലിയ താല്പര്യമായിരുന്നു. എവിടെ നിന്ന് വായിക്കും? അപ്പോൾ കാഞ്ഞങ്ങാട് ചന്തക്ക് പോകും. ആഴ്ച ചന്തയുണ്ട്, ശനിയാഴ്ച ചന്തക്ക് പോയാൽ അവിടെ ഈ പാതയോരത്തൊക്കെ ചന്ത പുസ്തകം, ആ പഴയ കാലത്ത് ഉണ്ടാകുമല്ലോ, അങ്ങനെ എന്തൊക്കെ പുസ്തകം ഉണ്ടാവും. ആ പുസ്തകങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും. അതൊക്കെ ഇങ്ങനെ വായിക്കും. എന്നാൽ പഴയ കീർത്തന ശ്ലോകങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. പുതിയമോട്ട പപ്പണ്ണ കാമത്ത് എന്നൊരാളുണ്ടായിരുന്നു, ഒരു കച്ചവടക്കാരൻ. അദ്ദേഹം മാതൃഭൂമിയും ദേശാഭിമാനിയും ഉയർത്തിയിട്ട് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ അതിൻ്റെ ഏജൻസി ഉണ്ടായിരുന്നു. അച്ഛനത് വാങ്ങിക്കൊണ്ടരും. ശനിയാഴ്ച തോറും ആഴ്ചച്ചന്തക്ക് പോയിട്ട് വരുമ്പോൾ. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചത് ശനിയാഴ്ചകളിൽ മാത്രം പുറത്തിറങ്ങുന്ന സാധനം ഇത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഈ പത്രം ദിവസേനയുണ്ട്. അത് ഏതായാലും കൊണ്ടുവരും. അതൊക്കെ നോക്കിയിട്ട് ഞാനും ഈ ചന്ത പുസ്തകം, ഉത്സവ സ്ഥലത്ത് പോയാൽ അവിടെ നിന്ന് കിട്ടും പുസ്തകം, അതൊക്കെ വെച്ച് ഞാൻ വായിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് 7 വയസ്സായതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോഴാണ് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് താഴെ പനങ്ങാട് എന്ന സ്ഥലത്ത് ഒരു ഏകാധ്യാപക വിദ്യാലയം ആർക്കൊക്കെ തോന്നിയിട്ട് അങ്ങനെ തുടങ്ങുന്നത്. ആ ഭാഗത്തുള്ള കുട്ടികളൊക്കെ അവിടെ ചേർത്തു, എന്നെയും ചേർത്തു. ഞാനും എന്താണ് എലിമെൻ്ററി സ്കൂള് എന്നുള്ള നിലയിൽ ഒരു ഗ്രാൻഡ് സ്കൂൾ എന്തോ പറയുന്ന പഴയ കാലത്ത് അതായി തീർന്നു. അത് അങ്ങനെ അവിടെ നിന്ന് 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെ ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള ഒരു എലിമെൻ്ററി സ്കൂളിൽ, അത് UP സ്കൂളായി അപ്പുറപ്പെടുകയെ അവിടെ ഞാൻ ചേർന്ന് പഠിച്ചു. അങ്ങനെ എന്നെ കത്തെഴുതുമല്ലോ, അതല്ല അന്നത്തെ ഏർപ്പാട്. ഫോണൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പോൾ ഈ കാർഡ് എഴുതിയിട്ട് അവിടെ എപ്പോഴും ആ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ വന്നാൽ, കാസർഗോഡ് ഇവിടെ വന്നാൽ ഇതാ ഇങ്ങോട്ട് നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അപ്പുറത്ത് ഭാഗത്തെ റോഡിൻ്റെ അപ്പുറത്തായിരുന്നു നമ്മുടെ KK കോടത്തിൻ്റെ വീട്, പഴയ വീട് KK കോടത്തിൻ്റെ വീട്. ഇവരൊക്കെ പോകുന്ന ഇവരൊരു താവളം അവിടെയാണ്. KK കോടത്തിൻ്റെ വീട്ടിൽ അവിടെ പോകും. അവിടെ ചിലപ്പോൾ അവിടെ തന്നെ കിടക്കും. KK കോടത്തിൻ്റെ വീട്ടിൽ അവിടെ തന്നെ കിടക്കും. പിറ്റേന്ന് അതിരാവിലെ ബസ്സിൽ പോകും, അല്ലെങ്കിൽ രാത്രി പോകും. അവിടെ നിന്നാണ് ബസ് കൂലിക്ക് പൈസയൊന്നും ഉണ്ടാവില്ല. KK കോടത്ത് കൊടുക്കും, ചോദിക്കും. അതിനൊന്നും മടിയൊന്നുമില്ല. അതുപോലെ അവിടെ പോയിക്കൊണ്ടിരുന്ന KK കോടത്തിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്ന മറ്റൊരാളുണ്ട്. പോവുകയും ബസ് കൂലിക്ക് കാശ് വാങ്ങുകയും ചെയ്തിരുന്ന ഒരാളുണ്ട്, മഹാകവി P. കുഞ്ഞിരാമൻ നായർ. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവിടെ പോയിട്ട് KK കോടത്ത് കാശ് തന്നു, KK കോടത്ത് കാശ് തന്നു, ആമത് കാശ് തന്നു. KM അഹമ്മദ് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ. ബാലകൃഷ്ണൻ മാങ്ങാട് എന്താ രൂപ തന്നു, അത് കുറച്ചധികം ഉണ്ടാകും. കാശ് തന്നു, പണം തന്നു. മഹാകവി P.യുടെ ആത്മകഥയിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ PT വാസുപള്ളിയ ഭാഗത്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ KK കോടത്തിന്റെ ഭാഗത്തല്ല നടക്കുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്തിയാൽ
അതിന് ഒരു ഔപചാരികതയില്ല. ഒരു കാര്യം കൂടി ഓർമ്മ, അഭിപ്രായമാർക്ക് ഓർമ്മയുണ്ടാവും. കാസർഗോഡ്, കാസർഗോഡ് എന്തൊക്കെയാണ് ഏത് തരത്തിലാണ് ഇത്? ഇതിന് ഐകരൂപ്യം വരുത്താൻ ഒറ്റ വഴി മതി. എന്താ? ഞാൻ അതിനെ കുറിച്ച് എഴുതി. എന്താ വേണ്ടത്? നിയമസഭയിൽ ഒരു പ്രമേയം. എന്താ പ്രമേയം? ഈ അത്യുത്തര ജില്ലയുടെ പേര് ഈ തീയതി മുതൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. എങ്ങനെ? ഏതെങ്കിലും തിരഞ്ഞെടുത്തോളൂ, കാസർഗോഡ് എന്നോ ഗോഡ് എന്നോ, പക്ഷേ എഴുതുന്നത് ഒരുപോലെ വേണം. ഇങ്ങനെ വന്നാൽ ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ജീവിച്ചിട്ടില്ല, നമ്മുടെ KG റസാഖ് എഴുതിയിരുന്നല്ലോ, ഇങ്ങനെ വന്നാൽ ഓ ഗോഡ് എന്ന് വിളിച്ചു പോവില്ലേ? ദൈവമേ, എന്താണ് പേര്? ഓരോ തരത്തിൽ എഴുതുന്ന രീതി. VT വാസുപടിക്കൽ പറഞ്ഞു, ഭരണം മലയാളത്തിൽ അതാകണം എന്ന് പറഞ്ഞു. നിരക്ഷര നിർമ്മാർജ്ജനം ഒരു ബഹുജന പ്രസ്ഥാനമാക്കണം എന്ന് പറഞ്ഞു. നിരക്ഷരത, അക്ഷരം അറിയാത്തവരാരും. 57-ലെ ഒന്നാമത്തെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഒന്നാമത്തെ ഗവൺമെന്റ് 57-ലെ EMS ഗവൺമെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തന്നെ നമ്മുടെ ചരിത്രത്തെ കുറിച്ച് ആരംഭം കുറിക്കാറുള്ളത്. എന്നാൽ അതിനു മുമ്പ് മലബാർ കേന്ദ്രീകരിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്നും അതും ബാലറ്റ് പേപ്പറിലൂടെയാണ് വന്നത് എന്നും കാര്യം നമ്മൾ തന്നെ വിസ്മരിക്കണം ആഗ്രഹത്തോടു കൂടി സഖാവ് കാനത്തിന്റെയും സഖാവ് വിവേകന്റെയും ഒക്കെ പിന്തുണയോടുകൂടി ആരംഭിച്ചതാണ് കേരളമെമ്പാടും പ്രവർത്തിക്കുന്ന ഈ PT ഭാസ്കര പണിക്കർ ഫൗണ്ടേഷൻ. ഇതിന്റെ ആദ്യത്തെ ഉദ്ഘാടനം കോഴിക്കോട് വെച്ചാണ് നടത്തിയത്. അതിനുശേഷം പാലക്കാട്ട് വെച്ച് വിപുലമായ പരിപാടി നടത്തി. തൊട്ടടുത്ത വർഷം തൃശ്ശൂര് ഇവിടെ പറഞ്ഞ നാട്ടികയും സർദാർ ഗോപാലകൃഷ്ണന്റെ ഒപ്പം നടന്ന അടിവാങ്ങിയ ആ സ്ഥലത്ത് കഴിഞ്ഞ വർഷത്തെ പരിപാടി തൃശ്ശൂരിലായിരുന്നു. അപ്പൊ ഈ വർഷം ഞങ്ങൾ ആലോചിച്ചപ്പോൾ തീർച്ചയായും കാസർഗോഡ് നമുക്ക് ഈ സന്ദേശം എത്തിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ നടത്താനായിട്ട് വന്നത്. ഇവിടെ ബിനോയ് വിശ്വം വളരെ ഹൃദയസ്പർശിയായി നമ്മളോട് സംസാരിച്ചു. വാക്കുകൾ കിട്ടാത്ത അവസ്ഥ വന്നു. അദ്ദേഹം ആ കുടുംബവുമായിട്ടുള്ള ബന്ധം, അഭേദ്യമായിട്ടുള്ള ബന്ധമൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തേട്ടി വന്നതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തോട് മുമ്പ് പറയുകയായിരുന്നു, കരയുന്നത് ഒരു കുറ്റമല്ല, മനസ്സിലുള്ള വികാരം പ്രകടിപ്പിക്കുന്നത് ഒരു കുറ്റമല്ല. അത് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മനസ്സിലുള്ള വികാരം സ്വാഭാവികമായി പുറത്തു വരും. അത് വരുന്നൊരു കുറ്റമൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പണ്ട് കയ്യൂർ ജയിലിൽ അപ്പോൾ ചിരുകണ്ഠനും കുഞ്ഞമ്പു നായരും അബൂബക്കറും ജയിലിൽ കഴിയുമ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി PC ജോഷി വന്നാൽ ജയിലിന്റെ കമ്പി പിടിച്ച് കരഞ്ഞ കാര്യം അദ്ദേഹത്തിന് അറിയാം. എന്നാൽ സാന്ദർഭികവശാൽ സ്റ്റേജിൽ നിന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അതൊരു മനുഷ്യത്വപരമായുള്ള മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ചതാണല്ലോ. അതുകൊണ്ട് അത്രയേറെ മനുഷ്യ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു PT ഭാസ്കര പണിക്കർ എന്നതാണ് വസ്തുത. അടുത്തറിയുന്നവർക്ക് മറക്കാൻ കഴിയില്ല. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളൊക്കെ ASFന്റെ പ്രവർത്തകരായി പാലക്കാട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലാണ് ഞങ്ങളൊക്കെ ആയിട്ട് ഇടപെടുന്നത്. അതിന് മുമ്പുള്ള കാര്യം നമുക്കറിയില്ല. അദ്ദേഹം എന്റെ നാട്ടിൽ നിന്നാണ്, ശ്രീകൃഷ്ണപുരത്ത് നിന്നാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതൊക്കെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്റെ അച്ഛനായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി. അദ്ദേഹം ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. അങ്ങനെ അധ്യാപകനായി ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വാക്കും നടന്നില്ല. PT ഭാസ്കര പണിക്കർ വന്നിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ച് ആ പഠിച്ചുണ്ടാക്കിയ പ്ലാനിങ്ങാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ജനകീയത. മാത്രമല്ല, അതുവരെ കേരളത്തിൽ ഈ മലബാർ ജീവൻ പോലും നോക്കാതെ പോരാടി മുമ്പിൽ നിന്ന് ജയിക്കാൻ മുന്നോട്ട് വരും. അവരെപ്പോലുള്ള ധീരന്മാർ ഈ നാട്ടിൽ വേറെയില്ല. പക്ഷെ അവർക്ക് ഭരിക്കാൻ അറിയോ? അവർക്ക് ഭരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് സമരം അറിയാം, പോരാടാൻ അറിയാം, ഭരിക്കാൻ അറിയാം. തൂക്കിക്കൊല്ലുന്നതിനും അവർക്കൊരു പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ ഭരിക്കുക? അവരെവിടുന്ന നിയമം പഠിച്ചത്? ഭരണമറിയാത്ത ഇവനെ ഈ നാട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ അവൻ പോകും. അന്ന് അവിടെ പ്രചരിപ്പിച്ചതാണ്. അതുപോലെ ഇവിടുന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഇതൊന്നും വലിയ കാര്യമില്ലാന്ന്, ഇവർക്ക് ഭരിക്കാനൊന്നും കഴിയില്ല, ഇവരൊക്കെ പോകും. മാത്രമല്ല, 54 മറ്റൊരു പ്രധാന സംഭവം ഉണ്ടായിരുന്നു. അന്നാണ് ആന്ധ്ര ഇലക്ഷൻ നടന്നത്. ആന്ധ്ര ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ
ആന്ധ്രയിൽ കമ്മ്യൂണിസ്റ്റുകാരെ ജയിക്കുന്നത് ഉറപ്പിച്ചതാണ്. സുന്ദരിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നാട്ടിലാകെ പ്രചരിപ്പിച്ചു. അതെ, ആ നാട് മുഴുവൻ ആ പ്രചരിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ബാലറാമാണ് അവിടെ പോയിട്ട് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ദേശാഭിമാനി അവിടെ പോയിട്ട് ബാലറാമിന്റെ റിപ്പോർട്ട് എന്താ? ആന്ധ്ര ഇളകി മറിയുന്നു. എല്ലാം പുതുതായി പറന്ന കുട്ടികളെ കൊണ്ടിരുന്നു സുന്ദരിയുടെ മുമ്പിൽ ഇതിന് പേര് വിളിക്കാൻ. മുഖ്യമന്ത്രിയാകുമ്പോൾ ആന്ധ്രയിൽ തോറ്റി. അന്ന് നാട്ടിലാകെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ആന്ധ്ര നാട്ടിലെ വിധി അറിഞ്ഞപ്പം തലതകർന്ന സഖാക്കളെ എന്ന് കോൺഗ്രസ് ആരും പ്രചരിപ്പിച്ചു. മലബാർ ഡിസ്ട്രിക്റ്റുകളുടെ ഭരണത്തോടുകൂടി കേരളം ഒരു പുതിയ അനുഭവം ജനങ്ങളെ മുമ്പിൽ എത്തിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കാനും അറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് അടികൊള്ളാൻ അറിയാം, ജയിലിൽ പോകാൻ അറിയാം, ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ അറിയാം, ജീവൻ കൊടുക്കാൻ അറിയാം, ഭരിക്കാനും അറിയാം. ആ ഭരണമാണ് മലബാറിനെ മാറ്റിമറിച്ചത്. അന്ന് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഈ കക്കൂസിന്റെ കാര്യം ആലോചിക്കാറുണ്ടാവും. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും രാവിലെ എന്താ പാറകൾ നോക്കി പോകും അല്ലേ? എനിക്കുണ്ടായിരുന്ന അനുഭവം, ഒരു പാറയിൽ പോയിട്ട് എന്നോട് ഇലക്ഷന് പോയി സഹായിക്കാൻ ചെന്നപ്പോൾ അവിടെ പറഞ്ഞ് പാറപ്പുറത്ത് കൊടുത്തു. ഞാൻ ചെന്നപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പാറയിൻ്റെ ചുറ്റും ആളാണ്. ഒരു ഭാഗത്ത് സ്ത്രീകൾ, ഒരു ഭാഗത്ത് പുരുഷന്മാർ. എന്താ കാര്യം? ഡോക്ടറെ കാണിക്കണം. കാണിക്കാൻ എങ്ങനെയാണ്? കൊണ്ടുപോകണം. എങ്ങനെയാണ് കൊണ്ടുപോവാ? ചാക്കുള്ള മഞ്ചലിൽ ആളെ കെട്ടിക്കൊണ്ടുപോവാ. കാരണം റോഡില്ല, നമുക്ക് ഡോക്ടറെ കാണിക്കുന്ന സന്ദർഭമില്ല. കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ സ്ഥിതി ഒരുക്കിയത് 54 ഡിസ്ട്രിക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 57-ൽ സഖാവ് പാർട്ടിയുടെ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രകടനപത്രം എഴുതുമ്പോൾ അദ്ദേഹം എഴുതിയ 6 കാര്യങ്ങളാണ്. ഒന്ന്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ. ഈ 6 കാര്യങ്ങൾ തുടങ്ങണമെന്നാണ് കേരളത്തിന് അടിസ്ഥാന സ്ഥിതി ഒരുക്കി. അവിടുന്ന് സഖാവ് അവിടുന്ന് കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിയത്. കേരളം എന്ന ഈ നാടിനെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയത് അഭിമാനത്തോടെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. CPI ആണ് ആ പാർട്ടിയാണ് ഈ പാർട്ടി. ആ പാർട്ടി നേതാവാണ് സഖാവ് PT ഭാസ്കരൻ പണിക്കർ. മാത്രമല്ല, നിങ്ങൾ നോക്കണ്ടേ, കേരളം ഏറ്റവും കൂടുതൽ ഭരിച്ച പാർട്ടി ഏതാണ്? ഏറ്റവും കൂടുതൽ ഭരിച്ച പാർട്ടി ഏതാണ്? 33,111 ദിവസം ഭരിച്ചത് CPI ആണ്. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. നമ്മളുമായിട്ട് വ്യത്യാസം പറഞ്ഞാൽ 33,000 നമ്മൾ, അവർ 22,000. ഇത് ഭരിക്കാൻ വേണ്ടി ഭരിച്ചതല്ല, ഈ നാട്ടിൽ സമൂലമായ മാറ്റം വരുത്തി. ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്താകെ ഒരു വെളിച്ചമായി മാറിയത് ആ മാറ്റം. അതുകൊണ്ടാണ് 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കഥകളിക്കണം തീരുമാനിച്ചു. അതിനുവേണ്ടിയാണ് ആദ്യമായി നമ്മളിവിടെ കേരളത്തിലെ ഗവൺമെന്റ് പിരിച്ചത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമില്ലേ? കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബൂർഷ ഗവൺമെന്റ്, കേരളം ഭരിക്കുന്ന ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിനെ ഇല്ലാതാക്കണമെന്ന് നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഇല്ലാതാക്കിയില്ലെങ്കിൽ നാട്ടിൽ മുഴുവൻ ജനങ്ങൾക്ക് അറിയും. കേരളത്തിൽ അതുണ്ട്. എന്ത് ഇവിടെ ഇല്ലാത്തത്? നമ്മുടെ നാട് കാണിച്ചിരിക്കുന്ന എല്ലാം. ഞാനിപ്പോൾ ചോദിക്കാം, നമ്മളെ ഈ കുട്ടികൾക്ക് ഇപ്പം പാടല്ലേ? കൃഷിഭൂമി കൃഷിക്കാരൻ പറഞ്ഞപ്പോൾ അന്നൊരു ബോറടിയായിരുന്നു. നടക്കുന്ന കാര്യമാണോ കൃഷിഭൂമി കൃഷിക്കാരൻ? ദൈവം കൊടുക്കുന്നതല്ല, ദൈവം നിശ്ചയിച്ച് കൊടുക്കുന്ന ഓരോരുത്തരും എന്ത് വേണം? ആ കൃഷിക്കാരനിട്ട് കൃഷിഭൂമി എന്ന് പറയുന്നത് ഇവർക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്ന വഞ്ചനയല്ലേ? സഖാവ് P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നടന്ന് വന്ന് ഓരോരുത്തരെയും കണ്ട് പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി അവരെ കൊണ്ടുവന്ന് ആദ്യം ജന്മിമാർക്കെതിരായ സമരം നടത്തി. ഇവിടെ നടന്നത് ആ മലബാർ ജന്മിത്വത്തിനെതിരായ സമരം. ആ P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആള് ഒരിക്കലും രംഗത്ത് വന്നിട്ടില്ലല്ലോ. P. കൃഷ്ണപിള്ളയെ നിങ്ങൾക്ക് രംഗത്ത് എവിടെയും കാണുമോ? എന്നാൽ എല്ലാത്തിനെയും ആസൂത്രകൻ P. കൃഷ്ണപിള്ളയായിരുന്നു. 1939 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. എന്നാൽ 1936 മലബാറിൽ നിന്ന് ഒരു ജാഥ
മന്ത്രിയാഴ്ചയിൽ പോയി കമ്മ്യൂണിസ്റ്റുകാരെ ജാഥ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലല്ല, കർഷക സംഘത്തിന്റെ പേരിൽ. ആ ജാതിയോട് കൂടിയാണ് മലബാർ പാലക്കാട് മേഖലയിലുള്ള ആ ഏരിയയെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ ചുവന്നു കൂടി കാണാൻ തുടങ്ങിയത്. അവിടെ നിന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അടിത്തറയുണ്ടാകുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മളിപ്പം എല്ലാം മറന്നുപോയി അല്ല, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പം നിങ്ങൾ നോക്ക്, നമ്മുടെ നാടിൻ്റെ പൊതുസ്ഥിതിയുടെ പറഞ്ഞല്ലോ, എന്താ നമ്മുടെ നാടിൻ്റെ സ്ഥിതി. ഒരു ദിവസം ഞാൻ പാർട്ടി ജനറൽ ബോഡിക്ക് പോയി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാണ്. കേരളം CP ഉൾപ്പെടെയുള്ള പാർട്ടി ഭരിക്കുക. ചന്ദ്രശേഖരനാഥ് മന്ത്രിയാണ്. ചടയമംഗലത്ത് തിരിച്ചു വരണം. ഞാൻ ബസ്സിന് കാത്ത് നിൽക്കുക. അപ്പോഴാണ് നമ്മളെ പാർട്ടിക്കാരനായ കരിയൻ രവി വണ്ടി അയച്ച് ഇങ്ങനെ വരിക. എന്നെ കണ്ടപ്പോൾ വണ്ടി നിർത്തി. എന്താ കേട്ടത്? നമ്മൾ തിരുവനന്തപുരത്ത് പോകാൻ കയറി. ഞാൻ ആ വണ്ടി കയറി തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങുമ്പോൾ സ്ഥലം വെടിയം ഭാഗം വെടിയോടി എവിടെ പോയി ഞാൻ സംഭവം പറഞ്ഞു. ആ നാളെ രാവിലെ കാണാം. അടുത്ത ദിവസം രാവിലെ എന്നെ കണ്ടപ്പോൾ വെളിയെ പറഞ്ഞു, വാ, നിങ്ങളിങ്ങനെ ഏത് വണ്ടിയിലാണ് വന്നത്? കരിയദേവിൻ്റെ വണ്ടി. കരിയദേവിൻ്റെ വണ്ടി ഞാൻ നോക്കിയോ? ഇല്ല. ആ വണ്ടി കേരള സ്റ്റേറ്റ് വണ്ടിയാണ്. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് നിങ്ങൾ. ഭരണത്തിന് താഴെയല്ല പാർട്ടി, ഭരണത്തിന് മുകളില പാർട്ടി. നിങ്ങൾ ഒരിക്കലും ഇനി കയറാൻ പാടില്ല. പിന്നെ ഞാൻ കയറിയിട്ടില്ലല്ലോ, എന്നോളം കയറിയിട്ടില്ല. ഇതൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചാൽ നമ്മൾ നേതാക്കന്മാരുണ്ടായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് PKV അദ്ദേഹം രാജിവെച്ച് എൻ്റെ ഡ്രൈവറോടെല്ലാം പറഞ്ഞ് നിങ്ങൾ പോയി പോന്നു. എല്ലാവരും തിരിച്ചയച്ചിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് MS പാലത്തിൽ വന്ന ആച്ചോപനോ. അതാ ഈ പാർട്ടിയുടെ പാരമ്പര്യം. ഈ പാർട്ടി ലാളിത്യത്തിന്റെ പാർട്ടിയാ. ഈ പാർട്ടി മനുഷ്യ സ്നേഹത്തിന്റെ പാർട്ടിയാ. ഈ പാർട്ടി ത്യാഗികളുടെ പാർട്ടിയാ. ഈ പാർട്ടി മനുഷ്യന് വേണ്ടി പോരാടുന്ന പോരാളികളുടെ പാർട്ടിയാ. അതുകൊണ്ടാണ് ഭാസ്കര പണിക്കരെ പോലെ, ഭാസ്കര പണിക്കർ എന്ന് പറയുന്ന ആള് PSC മെമ്പറായിരുന്നു. PSC മെമ്പറായിരുന്നു PT ഭാസ്കര പണിക്കർ. അല്ലേ, എന്തൊരു മാന്യം. മാത്രമല്ല PTV നമ്മൾ പാർട്ടി ക്ലാസ്, ഇപ്പം പാർട്ടി ക്ലാസ് എടുക്കും ആളുകൾ. പാർട്ടി ക്ലാസ് എടുത്ത പോലെ PKV എത്ര ലളിതമായിട്ടാണ് എന്താണ് മാർക്സ് എന്ന് PKV പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ മാർക്സം എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്സം പഠിച്ചു വന്നതല്ല കേട്ടോ, സൈക്കോളജിയ വഴി. ആ വഴിയിൽ മുന്നോട്ട് പോകാൻ PT ഭാസ്കര പണിക്കർ ലളിതമായി മാർക്സമൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മാർക്സം കുട്ടികൾക്കുണ്ട്, ശാസ്ത്രം കുട്ടികൾക്കുണ്ട്. എല്ലാം പഠിപ്പിച്ച വലിയ മഹാന്റെ ഓർമ്മ നാട്ടിലാകമാനം വ്യാപിപ്പിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയാണ് ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. കാസർഗോഡ് ആദ്യത്തെ പരിപാടിയാണ്. എന്നാൽ ഇനി അടുത്തൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എല്ലാ ജില്ലകളിലും പോകണം. അങ്ങനെ ഇത് വളർത്തിയെടുക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരുപാട് താമസിച്ചു പോയി. ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. കുറേ അതിനെ നമ്മൾ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇനി നമുക്ക് കാണാം. നിങ്ങൾ ഇവിടെ ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന മുഴുവൻ ആളുകളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ഫൗണ്ടേഷന് വേണ്ടി ഈ പരിപാടിക്ക് നന്ദി പറയാൻ നമ്മുടെ രാജ്യം നന്ദി പറയും. നന്ദി പറയാൻ പറ്റിയ ആൾ രാജ്യം തന്നെയാണ്. നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ ആരാധനായിട്ടുള്ള നേതാവ് സാബ് പന്നി രവീന്ദ്രനെ വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സാബ് ചന്ദ്രേട്ടൻ, നാരായണപെരിയ മാഷ്, ഈ ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് KP സുരേഷ് രാജ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലയിലെ നേതാക്കളായിട്ടുള്ള ജില്ലാ സെക്രട്ടറി CP ബാബു, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ T കൃഷ്ണേട്ടൻ, അതുപോലെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള KV കൃഷ്ണേട്ടൻ, KS കുര്യാക്കോസ്, P ഭാർഗവി, അഡ്വക്കേറ്റ് B സുരേഷ് ബാബു, അതുപോലെ പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗങ്ങൾ, മണ്ഡല സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട എല്ലാ സഖാക്കളെയും ഈ പരിപാടിയുടെ സംഘാടക സമിതിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വീണിടിൽ
കരളുറപ്പുള്ള കേരളം. D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.